നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നല്ല ചെടികൾ നോക്കി വാങ്ങുന്നതിനായി മണ്ണുത്തിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഇന്ന്. ഞാൻ വൈഫും ഒന്നിച്ച് രാവിലെ 10 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. നല്ലൊരു ഡ്രൈവ് കൂടി ആസ്വദിക്കാമെന്ന് വിചാരിച്ച് കട്ടിലെപ്പൂവം വഴി മണ്ണുത്തിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. രാമവർമ്മപുരം വഴി വടക്കാഞ്ചേരിയിലേക്ക് പോകുന്ന പാതയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ മണ്ണുത്തി ഭാഗത്തേക്കുള്ള വഴിയിലൂടെ ഇറങ്ങിപ്പോകുവാൻ ഞങ്ങൾ വിട്ടുപോയി. ആ വഴി കണ്ടില്ല എന്ന് പറയണം. അങ്ങനെ യാത്ര ചെയ്ത് വടക്കാഞ്ചേരിയിലെത്തി. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, വാഴാലിക്കാവിലേക്ക് ഒന്ന് പോയി നോക്കാം. വടക്കാഞ്ചേരിയിലെ ബ്ലോക്കുകളൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ വാഴാലിക്കാവിലേക്ക് യാത്രയായി. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരമാണ് വാഴാലിക്കാവിലേക്കുള്ളത്. കുറേയധികം മലയാള സിനിമകളും മറ്റു സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മഴവിൽക്കാവടി എന്ന പടമാണ് ഇതിൽ സൂപ്പർ ഹിറ്റ്. ഈ ആൽത്തറയിൽ നിന്നും നിളാനദിക്കരയിലേക്ക് പോകുന്ന വയൽവരമ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആലിലകളുടെ ചിലമ്പാട്ട ശബ്ദം നിങ്ങൾക്ക് വ്യക്തമായി ഇവിടെ കേൾക്കാം. ആന്ധ്ര തമിഴ്നാടല്ലേ? ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള കൂത്തുമാടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് തോൽപ്പാവ് കൂത്ത് അരങ്ങേറുന്ന സ്ഥലമായിരുന്നു ഇത്. ഇനി നമുക്ക് നിളാനദിക്കരയിലേക്ക് പോകാം. ഇവിടുത്തെ കാറ്റിൻ്റെയും ഓളങ്ങളുടെയും വ്യക്തമായ ശബ്ദം നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അലതല്ലുന്ന ഓളങ്ങളുടെ കുളിരേകുന്ന ശബ്ദം നിങ്ങൾക്ക് വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കാം. ആൽത്തറയിൽ നിന്നും നിളാനദിക്കരയിലേക്ക് നടക്കാൻ ഉപയോഗിക്കുന്ന വയൽവരമ്പിലൂടെ ഒന്ന് നടന്നു നോക്കാം. ഇതുപോലെ കാവും മലയും പുഴയും എല്ലാം കൂടി ഒരുമിച്ചുള്ള സ്ഥലങ്ങൾ വളരെ കുറവേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുന്നുള്ളൂ, നിങ്ങൾക്ക് പ്രകൃതിയെ അറിയാം. കവിവാക്യം പോലെ കേവല മർത്യഭാഷയ്ക്ക് അതീതമായ, ആരെയും ഭാവഗായകനുമാക്കുന്ന പ്രകൃതിയും നിളയും നിളയുടെ സംഗീതവും. ഇവിടെ കാവും വയലും കൂത്തുമാടവും പിന്നെ മലയും മരവും നദിയെ തൊട്ടറിയാനുള്ള പടവുകളും പിന്നെ ആൽമരത്തിൻ്റെ ദൂരക്കാഴ്ചയും. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷരായി വന്നു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ഇവിടെ വന്നാൽ പാടാനറിയാത്തവർ പാടും, കവികളാകും. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ്.